കുറേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിരുന്നു റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. സ്ട്രെസ് വരിക, നമുക്ക് എപ്പോഴും ടെൻഷൻ വരിക, ഒന്ന് നമ്മൾ പ്രിപ്പയർഡ് അല്ല എന്നൊരു തോന്നൽ. നിങ്ങളും അതുപോലെ ആകണം, സ്മാർട്ട് ആകണം കേട്ടോ. എക്സാം കഴിയുന്നത് വരെയെങ്കിലും നിങ്ങൾ സ്മാർട്ട് ആകണം, ഓവർ സ്മാർട്ട് ആകണ്ട, സ്മാർട്ട് ആകണം കേട്ടോ. ഹൈ ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ്, ഇഷ്ടമുള്ള മീൻസ് നിങ്ങൾക്ക് പഠിക്കാൻ ഹെൽപ്പ് വേണ്ടുന്ന ടോപ്പിക്സ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. സോ ആക്ച്വലി അതിന് കുറേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിരുന്നു റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ആക്ച്വലി ആ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിന് ഇനി എത്ര ദിവസമാണ് വരിക? എഫക്റ്റീവായിട്ട് പറഞ്ഞാൽ ഒരു 20 ദിവസമായി വരിക അല്ലേ. അതിൽ കൃത്യമായിട്ട് നമ്മൾ കൂട്ടി കിഴിച്ചിലൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് 19 ദിവസം കിട്ടും അല്ലേ. കാരണം 18-ാം തീയതി നമ്മൾ കണക്കിൽപ്പെടുത്തണ്ട, അന്ന് രാവിലെ ആയിരിക്കും എക്സാം വരിക അല്ലേ. എനിക്ക് തോന്നുന്നു 7:15 ആയിരിക്കും എക്സാം വരിക. സോ അന്നത്തെ ദിവസമേ നമുക്ക് കണക്കിൽ കൂട്ടാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് ഒരു 19 ദിവസമാണ് ഇനി നമ്മുടെ കയ്യിലുള്ളത്. ഒരുപാട് കുട്ടികൾ എന്നെ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, പ്രിപ്പറേഷൻസ് ഒരിടത്തുമായിട്ടില്ല, എന്ത് ചെയ്യും? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഓൾവേസ് ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇനിയുള്ള 19 ദിവസമെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കുറേ കുട്ടികളുണ്ട്, അത് ആക്ച്വലി നോർമലി എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. നമ്മൾ ഒരുപാട് സ്ട്രെസ് അടിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഡൗൺ ആവും അല്ലേ. നമ്മൾ ഇമോഷണലി സൈക്കോളജിക്കലി ഒക്കെ നമ്മളൊന്ന് ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ ഓർക്കുക കേട്ടോ. അതായത് നമുക്കെപ്പോഴും സ്ട്രെസ് വരിക, നമുക്കെപ്പോഴും ടെൻഷൻ വരിക, ഒന്ന് നമ്മൾ പ്രിപ്പയർഡ് അല്ല എന്നൊരു തോന്നൽ. 2, ഈ ജോലി നമ്മുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ കുടുംബം രക്ഷപ്പെടും, അങ്ങനെ ഒരു തോന്നലുണ്ടാവും അല്ലേ. ഉറപ്പായിട്ടതുണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ അത് കിട്ടിയില്ല എങ്കിൽ എന്താണ് എൻ്റെ അവസ്ഥ? സോ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കുക, കിട്ടും എന്നല്ല കിട്ടി എന്ന് നിങ്ങൾ വിശ്വസിക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുക. ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് കഴിയും, നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് കഴിയും. എപ്പോഴെങ്കിലും നിങ്ങളുടെ മൂഡ് ഡൗൺ ആവുകയാണെങ്കിൽ 1-2 കാര്യം ഓർത്താൽ മാത്രം മതി. ഒന്ന്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ കുട്ടികൾ, ഈ കാര്യം ഓർക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളെപ്പോഴും ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ നമ്മളെ പുച്ഛിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ, നമ്മളെ പുച്ഛിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മുടെ സാഹചര്യം നമ്മളെപ്പോലെ അറിയുന്ന വേറെ ആരും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ സാഹചര്യം കൂടെ ഓർക്കുക കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഓർക്കുമ്പോൾ എന്താണ്, നിങ്ങൾ അറിയാതെ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നും, ഉള്ളിൽ നിന്ന് വരും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുക. ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകും. സോ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് പോകാം. അപ്പോൾ നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ടോപ്പിക്സിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നഴ്സിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ അറിയാവില്ലേ, എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ടു ഡിസ്കവർ ഓർ കൺഫേം ഫാക്ട്സ് അബൌട്ട് നഴ്സിംഗ് പ്രാക്ടീസ്. നമ്മുടെ നഴ്സിംഗ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് സിസ്റ്റമാറ്റിക് പ്രോസസ്സായിട്ട് ചെയ്യുന്ന കാര്യമാണ്. എന്താ ചെയ്യുക? അതിലെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ നമുക്കറിയുന്ന കാര്യം കൺഫേം ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നഴ്സിംഗ് റിസർച്ച് എന്ന് പറയുക. നെക്സ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഗുഡ് റിസർച്ച് മസ്റ്റ് ബി. ഒരു നല്ല റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും സ്മാർട്ട് ആയിരിക്കണം. നിങ്ങളും അതുപോലെ ആകണം, സ്മാർട്ട് ആകണം കേട്ടോ. എക്സാം കഴിയുന്നത് വരെയെങ്കിലും നിങ്ങൾ സ്മാർട്ട് ആകണം, ഓവർ സ്മാർട്ട് ആകണ്ട, സ്മാർട്ട് ആകണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, S stands for specific, M for measurable, A for attainable, R for realistic കേട്ടോ. ശരിക്കും നടക്കുന്ന കാര്യങ്ങളായിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം. ദെൻ T for ടൈം ബൗണ്ട്. അപ്പം ഈ സ്മാർട്ട്, ഇതിൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾ ഓർത്തിരിക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക? ഹൈപ്പോത്തിസിസ് നമ്മൾ പല ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണുക കേട്ടോ. സോ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ് എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അതായത് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം, അതായത് എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ് എന്താണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. അതേസമയം പോപ്പുലേഷൻ എന്താണ്? ഗ്രൂപ്പ് ഓർ കാറ്റഗറി അണ്ടർ സ്റ്റഡി. അതായത് നമ്മൾ പഠിക്കുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാറ്റഗറി എന്താണോ അതിനെയാണ് നമ്മൾ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുക. സാമ്പിൾ എന്ന് പറഞ്ഞാലോ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ. അതായത് ഈ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, അവർക്കുള്ള അതേ ഫീച്ചേഴ്സ് ഉള്ളവരെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുക? സാമ്പിൾ എന്ന് പറയുക. ശരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യുക ആരിലാണ്? സ്റ്റഡി ചെയ്യുക സാമ്പിളിലാണ് എന്ന് ഓർക്കുക.
എന്താണ് അസംഷൻ എന്ന് പറയുക? അസംഷൻസ് ആർ സ്റ്റേറ്റ്മെൻറ്റ് അക്സെപ്റ്റഡ് ആസ് ട്രൂ വിത്തൗട്ട് പ്രൂഫ്. അതായത് ഒരു പ്രൂഫും ഇല്ലാതെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്, നമ്മൾ പറയുകയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരി എന്ന് പറയുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അസംഷൻ എന്ന് പറയുക. അസംഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അക്സെപ്റ്റഡ് ആസ് ട്രൂ വിത്തൗട്ട് എനി പ്രൂഫ്. ഒരു പ്രൂഫും ഇല്ലാതെ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണ് എന്ന് നമ്മൾ പറയുന്നതിനെയാണ് അസംഷൻ എന്ന് പറയുക. എക്സാമ്പിൾ നമ്മൾ പറയുന്നത്, സപ്പോസ് നമ്മൾ ഡേറ്റ കളക്ഷൻ ടൂൾ നമ്മൾ കൊടുത്തെന്ന് വെച്ചോളൂ കേട്ടോ. ഡേറ്റ കളക്ഷൻ ടൂൾ കൊടുത്തു. അപ്പം സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിസിപ്പൻസ് അത് ശരിയായിട്ട് ഫില്ല് ചെയ്യും എന്നുള്ളത് നമ്മുടെ ഒരു അസംഷനാണ് അല്ലേ. അല്ലാതെ നമുക്ക് അത് തെളിയിക്കാനൊന്നും കഴിയില്ല. സോ ഇതിനാണ് നമ്മൾ എന്താ അസംഷൻ്റെ എക്സാമ്പിളായിട്ട് പറയുക. നെക്സ്റ്റ് വേരിയബിൾ എന്താണ്? മെഷറബിൾ കമ്പോണൻറ്റ് ദാറ്റ് ക്യാൻ ചേഞ്ച്. അതായത് വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരി ചെയ്യാൻ സാധ്യതയുള്ള കമ്പോണൻ്റ് ആണ്. അതുകൂടാതെ അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ, നമുക്ക് അളക്കാനും കഴിയും. അതിനാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ വേരിയബിൾ എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിയേ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപെൻഡൻറ്റ് വേരിയബിൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മാനിപ്പുലേറ്റഡ് ടു ഒബ്സർവ് ദ ഇഫക്ട്സ്. നമ്മുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ ഏത് വേരിയബിളിനെയാണോ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക, എന്തിനാണ്? ഇഫക്റ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഏത് വേരിയബിളിനെയാണോ ചേഞ്ച് ചെയ്യുക, അതിനാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിയാൽ ഡിപെൻഡൻറ്റ് വേരിയബിൾ. എന്താണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുക? ഔട്ട്കം അല്ലെങ്കിൽ ഇഫക്റ്റ് ആണ് ദാറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഞാൻ പറഞ്ഞു കോസ് ആണ്. ആ കോസ് കാരണം ഉണ്ടാകുന്ന ഔട്ട്കം അല്ലെങ്കിൽ ഇഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിയാൽ ഡെമോഗ്രഫിക് വേരിയബിൾ. നമുക്കറിയാം എന്താണ് ഡെമോഗ്രഫി എന്ന് പറയുക. അതായത് ഒരു വ്യക്തിയുടെ ഏജ്, അയാളുടെ ജെൻഡർ, എഡ്യൂക്കേഷൻ, സോഷ്യൽ ക്ലാസ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെമോഗ്രഫിക് വേരിയബിൾ എന്ന് പറയുക. അപ്പോൾ എന്താണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുക? എക്സ്ട്രേനിയസ് വേരിയബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആർ ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ദ സ്റ്റഡി ദാറ്റ് മേ അഫക്ട് ദ റിസൾട്ട്സ്. അതായത് നമ്മുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ടുള്ള ഒരു വേരിയബിൾ അല്ല ഈ എക്സ്ട്രേനിയസ് വേരിയബിൾ. പക്ഷേ എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റഡിയുടെ റിസൾട്ടിനെ അത് അഫക്റ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുക. എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുക? പ്ലാൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ആൻ ഇൻവെസ്റ്റിഗേഷൻ. നമ്മുടെ റിസർച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു പ്ലാന് കൂടാതെ അതിൻ്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിയേ, എന്താണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുക? ആക്ച്വലി ട്രയാങ്കുലേഷൻ എന്ന വേർഡ് കോയിൻ ചെയ്തിരിക്കുന്നത് നോർമാൻ കെ ഡെനിസിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. സോ ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല സോഴ്സിൽ നിന്ന്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രയാങ്കുലേഷൻ എന്ന് പറയുക. അപ്പോൾ എന്താണ് ഡേറ്റ ട്രയാങ്കുലേഷൻ എന്ന് പറയുക? മീൻസ് കളക്ടിങ് ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് കേട്ടോ. മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് നമ്മൾ ഡേറ്റ ട്രയാങ്കുലേഷൻ എന്ന് പറയും. എന്താണ് ഇൻവെസ്റ്റിഗേറ്റർ ട്രയാങ്കുലേഷൻ എന്ന് പറയുക? ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ റിസർച്ചേഴ്സ്. അതായത് രണ്ടിൽ കൂടുതൽ റിസർച്ചേഴ്സിനെ ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ സ്റ്റഡി നടത്തുന്നതിനാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ ട്രയാങ്കുലേഷൻ എന്ന് പറയുക. അപ്പോൾ എന്താണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുക? ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബൗണ്ടറീസ് സെറ്റ് ബൈ ദ റിസർച്ചർ ബിഫോർ ദ സ്റ്റഡി. നമ്മളൊരു സ്റ്റഡി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കുറേ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യും അല്ലേ. അതായത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഇന്ന ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും, ഇന്ന ഏജ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും, ഈ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ നിന്നായിരിക്കും. സോ ഇങ്ങനെയുള്ള ലിമിറ്റ് നമ്മൾ ഒരു സ്റ്റഡി തുടങ്ങുന്നതിന് മുന്നേ സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡീലിമിറ്റേഷൻ കേട്ടോ, ഡീലിമിറ്റേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിക്കേ, നമ്മൾ കണ്ട കാര്യമാണ് റിസർച്ച് ഡിസൈൻ. എന്താണ്? ബ്ലൂ പ്രിൻറ്റ് ഫോർ എ സ്റ്റഡി. നമ്മുടെ സ്റ്റഡിയുടെ ഒരു ബ്ലൂ പ്രിൻറ്റിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുക. അപ്പോൾ റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്താണ്? റിട്രോ എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് കേട്ടോ. സ്പെക്റ്റീവ് എന്ന് വെച്ചാൽ സ്പെക്കുലേഷൻ, നോക്കുക. സോ റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതൊരു ബാക്ക്വേർഡ് ലുക്കിംഗ് സ്റ്റഡിയാണ്. അനലൈസ് പാസ്റ്റ് ഇൻഫർമേഷൻ കേട്ടോ. പാസ്റ്റ് ഇൻഫർമേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ കറണ്ട് ഫിനോമിന. ഇപ്പോഴത്തെ ഫിനോമിന മനസ്സിലാക്കാനായിട്ട് നമ്മൾ പഴയ ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്ന് പറയുക. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണ്? സാമ്പിളിംഗ് രണ്ട് തരത്തിലാണ് വരിക അല്ലേ. ഒന്ന് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും രണ്ട് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുക? അതിനകത്ത് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ ചോദിക്കാം കേട്ടോ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരിക. അപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിലാണെങ്കിലോ കൺവീനിയൻസ് സാമ്പിളിംഗ്, ജഡ്ജ്മെൻറ്റ്, കോട്ട സാമ്പിളിംഗ് ആൻഡ് സ്നോബോൾ സാമ്പിളിംഗ്. ഓർക്കുക, കോട്ട സാമ്പിളിംഗ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിലാണ് വരിക. ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണെങ്കിലോ അതൊരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് എന്ന് ഓർക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാം. നെക്സ്റ്റ് നോക്കിക്കേ, ഇറേഴ്സിനെ കുറിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇൻ കേസ് മനസ്സിലായില്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. സോ നോക്കിയേ, ടൈപ്പ് 1 എറർ എന്താണ്? ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ ആൽഫ എററാണ്. റിജക്റ്റിംഗ് എ
ട്രൂ നൾ ഹൈപ്പോത്തിസിസ് കേട്ടോ. അതായത് ഒരു നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം. പകരം നമ്മളതിനെ റിജക്റ്റ് ചെയ്യുകയാണ് എങ്കിൽ എന്താ അതിനെ പറയുക, ടൈപ്പ് 1 ഇറർ എന്ന് പറയും. ടൈപ്പ് 2 ഇറർ എന്താണ്, അതിൻ്റെ വേറെ പേര് ബീറ്റ ഇറർ ആണ്. എന്താണ്, അക്സെപ്റ്റിങ് എ ഫോൾസ് നൾ ഹൈപ്പോത്തിസിസ്, തെറ്റായിട്ടുള്ള ഒരു ഫോൾസ് നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് 2 ഇറർ എന്ന് പറയുക. എന്താണ് ഹോത്തോൺ ഇഫക്റ്റ് എന്ന് പറയുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ് വെൻ പാർട്ടിസിപ്പൻസ് ചേഞ്ച് ബിഹേവിയർ ബിക്കോസ് ദേ നോ ദേ ആർ ഒബ്സർവ്ഡ്. അതായത് അവർ നിരീക്ഷിക്കപ്പെടുന്നു എന്ന്, നമ്മുടെ പാർട്ടിസിപ്പൻസ് നിരീക്ഷിക്കപ്പെടുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ ബിഹേവിയറിൽ, അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ ഹോത്തോൺ ഇഫക്റ്റ് എന്ന് പറയുക. എന്താണ് എത്നോഗ്രഫിക് റിസർച്ച് എന്ന് പറയുക, സ്റ്റഡീസ് കൾച്ചറൽ ഗ്രൂപ്പ്സ് ഇൻ നാച്ചുറൽ സെറ്റിംഗ്. നമ്മുടെ നാച്ചുറൽ സെറ്റിംഗിൽ നമ്മളൊരു കൾച്ചറൽ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എത്നോഗ്രഫിക് റിസർച്ച് എന്ന് പറയുക. എന്താണ് ഫിനോമിനോളജി എന്ന് പറയുക, എക്സ്പ്ലോസ് ലൈവ്ഡ് എക്സ്പീരിയൻസസ് ഓഫ് പാർട്ടിസിപ്പൻസിൻ്റെ ലൈവ്ഡ് എക്സ്പീരിയൻസിനെ എക്സ്പ്ലോർ ചെയ്യുന്ന സ്റ്റഡി, അതൊരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയാണ്. അതിനെയാണ് നമ്മൾ ഫിനോമിനോളജി എന്ന് പറയുക കേട്ടോ, ഫിനോമിനോളജി എന്ന് പറയുക. അപ്പോൾ നോക്കിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25ഓളം വൺ ലൈനേഴ്സ് നമ്മളെ റിസർച്ചിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടാണ് എന്ന് തോന്നുന്നു, അതിൽ നിന്ന് ഇതുപോലെ ഡിസ്കഷൻ വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞതുപോലെ 19 ദിവസമാണ് നമുക്ക് എക്സാമിന് വേണ്ടിയുള്ളത്. വളരെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.